ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. +1 ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ യഹ് ഹമാര അധികാർ ഹെ എന്ന ചാപ്റ്ററിലെ കത്താണ്, ലെറ്റർ റൈറ്റിംഗ് ആണ്. എക്സാമിന് 8 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നോക്കിയിരിക്കണേ. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നമുക്ക് സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഓഫീസിൻ്റെയോ ഭാഗത്തു നിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി അയക്കുന്ന കത്താണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ബാലശ്രം അതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കിയിരിക്കണം. പാഠക് നാമ കെ വിഷയ पर क्या कार्रवाई की गई, उसकी जानकारी पाने के लिए सार्वजनिक सूचना अधिकारी सड़क परिवहन कार्यालय कन्नूर के नाम एक सूचना अधिकार पत्र तैयार करे. സാർവജനിക സൂചനാ അധികാരി സടക്ക് പരിവഹൻ എന്ന് വെച്ചാൽ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ പേരിൽ ഒരു വിവരാവകാശ കത്ത് തയ്യാറാക്കുക. ആ വിവരാവകാശ കത്താണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കിയിരിക്കണം. ആദ്യം കത്ത് തയ്യാറാക്കുമ്പോൾ സേവാമേം 2 ആണ്. സേവാമേം സേവ ക്വസ്റ്റിനകത്ത് കാണും. നോക്കി എഴുതണം. സാർവജനിക് സൂചനാ അധികാരി സടക്ക് പരിവഹൻ കാര്യാലയ കണ്ണൂർ എന്നാണ് അഡ്രസ്സ്. എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി സ്റ്റാമ്പ് അത് വേണം, തീർച്ചയായിട്ടും അത് എഴുതിയിരിക്കണമേ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന കത്തായതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന ആണല്ലോ നമ്മൾ. അതിനുവേണ്ടി തീർച്ചയായിട്ടും അവിടെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. താഴെ രൂപയും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ 10 രൂപയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാമ്പ് 10 രൂപ. എന്നിട്ട് ഒന്നാമത്തെ കൊള്ളത്തിലേക്ക് വരണം. ആവേദക നാം, അപേക്ഷകൻ്റെ പേര് രാജീവ് കുമാർ എന്ന് കൊടുത്തു. അടുത്ത നോക്കി ഡാക്ക് കാ പൂരാ പദ, ഡാക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള പദ അഡ്രസ്സ് വിവരം കൊടുക്കുക. രാജീവ് ഭവനെ കുമാർ നഗർ കണ്ണൂർ. നമ്മുടെ പൂർണ്ണമായ അഡ്രസ്സ് നൽകണം. രാജീവ് ഭവനെ കുമാർ നഗർ കണ്ണൂർ. രാജീവ് കുമാറാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അഡ്രസ്സാണ് രാജീവ് ഭവൻ കുമാർ നഗർ കണ്ണൂർ. അടുത്ത സൂചനാ കാ വിഷയ, ഇവിടെ സൂചനയുടെ വിഷയം എന്താണ്, സൂചിപ്പിക്കുന്ന വിഷയം എന്താണ്. सरकारी उच्च माध्यमिक स्कूल कुमार नगर के छात्रों के लिए यात्रा की सुविधा. സർക്കാരി ഉച്ച മാധ്യമിക സ്കൂൾ കുമാർ നഗറിലെ കുട്ടികൾക്ക് വേണ്ടി യാത്രാ സൗകര്യം, അതിനെക്കുറിച്ചാണ് നമ്മൾ തയ്യാറാക്കിയ പത്രം. അടുത്ത നോക്കിയേ. മാങ്കി ഗയി സൂചനാക്കാ വിവരൺ, നമ്മൾ ആവശ്യപ്പെട്ട സൂചനയുടെ വിവരണം. നോക്കിയിരിക്കുക. സർക്കാരി उच्च माध्यमिक स्कूल कुमार नगर में लगभग 2000 छात्र अध्ययन कर रहे हैं. സർക്കാരി ഉച്ച മാധ്യമിക സ്കൂൾ കുമാർ നഗർ ലഘുഭഗ ഏകദേശം 2000-2000 വിദ്യാർത്ഥികൾ അധ്യയൻ കർ രഹേ ഹെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേ ഷഹർ കെ വിഭിന്ന ജഗഹോം സെ ആത്തെ ഹൈം, അവർ ഷഹർ പട്ടണത്തിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണ് ആത്തെ ഹൈം വരുന്നത്. അധികാംശ ഛാത്ര ബസ് കാ സഹാര ലേത്തെ ഹൈം, കൂടുതൽ കുട്ടികളും ബസ്സിൻ്റെ സഹായത്തോടെയാണ് എത്തിച്ചേരുന്നത്. അതായത് കൂടുതൽ കുട്ടികളും ബസ്സിനെ ആശ്രയിച്ചാണ് സ്കൂളിലേക്ക് വരാറുള്ളത്. ബസ് കം ഹോനേക്ക് വജഹ് എന്ന് വെച്ചാൽ കാരണം, ബസ് കുറവായ കാരണം കൊണ്ട് ഛാത്രോങ്കി ബഡി പരേശാനി ഹോത്തി ഹേ, വിദ്യാർത്ഥികൾക്ക് ബഡി എന്ന് വെച്ചാൽ വലിയ, പരേശാനി ആകുലതയാണ് അല്ലെങ്കിൽ അസൗകര്യമാണ് ഉള്ളത്. പരേശാനി ആകുലത എന്നൊക്കെ പറയും. കുട്ടികൾക്ക് ബസ് കുറവായതുകൊണ്ട് അതിൻ്റെ കാരണത്താൽ അവർക്ക് വലിയ പരേശാനി വ്യാകുലതയാണ് ഉള്ളത്. അധികാരിയോ കെ സാമനെ കൈ ബാർ ഏക സമസ്യ ലായി ഗയി, അധികാരികളുടെ മുന്നിൽ ഈ ഒരു പ്രശ്നം പല പ്രാവശ്യം കൊണ്ടുവന്നു. ലേക്കിൻ എന്നാലേ കോയി ഫായദ നഹി ഹുവ, എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ജൽദി ഇസ്പറെ കർവായി കർണയ്ക്ക് സരൂരത്ത് ഹേ, ജൽദി വേഗം ഇതിലെ കർവായി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതായത് വേഗത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായും ചെയ്തു തീർക്കുകയും ചെയ്യണം. സൂചന ഡാക്കിയ ദസ്തിമേം, നിങ്ങൾക്ക് കിട്ടിയ വിവരം ഏത് രീതിയിൽ എനിക്ക് കിട്ടണം. ഡാക്ക് ദ്വാര എന്ന് വെച്ചാൽ മുഖാന്തരം, ഡാക്ക് മുഖാന്തരം മതി. എന്നിട്ട് താഴേക്ക് മാറ്റി റൈറ്റ് സൈഡിലെ വേദക ഹസ്താക്ഷർ രാജകുമാർ സദസ്യ അധ്യാപക അഭിഭാവക സംഘ്, എന്നിട്ട് ലെഫ്റ്റിലേക്ക് കണ്ണൂർ സ്ഥലം കൊടുത്ത് ഡേറ്റും ആഡ് ചെയ്യണം. ഇതാണ് ഒരു ലെറ്റർ. നിങ്ങളുടെ ടെക്സ്റ്റിലെ ലെറ്ററാണ് എഴുതിയത്. ഇനി ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഇതുപോലെ ഏതെങ്കിലും ജലത്തിൻ്റെ ആവശ്യകതയോ
പിന്നെ അങ്ങനെ പലതും ഉണ്ട്. എന്തെങ്കിലും വസ്തുക്കളുടെ ആവശ്യകതയോ ആണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്ന രീതി ഇതേ മനസ്സിലാക്കി വയ്ക്കുക, അതുപോലെ എഴുതി കൊടുക്കുക. ഇനി നോക്കിയേ, അടുത്ത കത്തൊന്നുകൂടെ എഴുതിയിട്ടുണ്ട്. സड़क സുരക്ഷാ के लिए സർക്കാർ की ओर से क्या क्या कार्रवाई की गई है. സടക്ക് എന്ന് വെച്ചാൽ റോഡാണ്. സടക്ക് സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. इसकी सूचना पाने के लिए ഇതിന് സൂചന കിട്ടുവാൻ വേണ്ടി ശ്രീ വിനോദ് നിവാസെ കൊല്ലം की ओर से सार्वजनिक सूचना अधिकारी परिवहन मंत्रालय केरल सरकार തിരുവനന്തപുരം के नाम सूचना अधिकार പത്ര തയ്യാർ കരെ, വിവരാവകാശ പത്രം തയ്യാറാക്കുക എന്നാണ്. അറിയാലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ്. നോക്കിയേ, അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു ഏതെഴുതണം. സേവാമേൻ 2 ആർക്കെഴുതുന്നേ? സാർവജനിക സൂചനാധികാരി പരിവഹൻ മന്ത്രാലയ കേരള സർക്കാർ തിരുവനന്തപുരം എന്നാണ് എൻ്റെ ഫോമാറ്റ് കൊടുക്കുന്നത്. ലെറ്ററിൻ്റെ ഫോമാറ്റ് കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി റൈറ്റിലേക്ക് മാറ്റി സ്റ്റാമ്പ് പറഞ്ഞു തന്നായിരുന്നല്ലോ, 10 രൂപ എന്ന് കൊടുത്തു. അതൊരു കോളത്തിനകത്ത് വരച്ച് വയ്ക്കുക. അടുത്ത ഒന്നാമത്തെ ആവേദക നാം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആരാണ്? ശ്രീ വിനോദ് കുമാറാണ് ആപ്ലിക്കൻ്റ്. അതുകൊണ്ട് അയാളുടെ പേര് അത് തന്നെ എഴുതുക. വിനോദ് കുമാർ. ഡാക്ക് കാ പൂരാ പദ, ഡാക്കിൻ്റെ പൂർണ്ണമായ പദം എന്ന് വെച്ചാൽ നമ്മുടെ പൂർണ്ണമായ അഡ്രസ്സ് വിനോദ് ഭവൻ കൊല്ലം. അടുത്ത നോക്കിയ സൂചനാക്കാ വിഷയ. സൂചനാക്ക ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ സടക്ക് സുരക്ഷാ के लिए സർക്കാർ की ओर से की गई कार्रवाई से संबंधित. സടക്ക് സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂചനയുടെ വിഷയമായി കൊടുത്തത്. അതറിയാൻ വേണ്ടി നോക്കിയേ, മാഗി ഗേ സൂചനാക്കാ വിവരൺ, ആവശ്യപ്പെടുന്ന സൂചനയുടെ വിവരണം. ഒന്നാമത് നോക്കിയേ, गाड़ियों में स्पीड गवर्नर स्थापित करने के लिए क्या क्या कार्रवाइयाँ ली गई. വണ്ടികളിൽ സ്പീഡ് ഗവർണർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ക്യാ ക്യാ കാർവായിയാം, എന്തെല്ലാം കാര്യങ്ങൾ ലീ ഗയി എടുത്തിട്ടുണ്ട് അല്ലെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കിയേ, बढ़ती रही सड़क दुर्घटनाओं को रोकने के लिए परिवहन मंत्रालय द्वारा क्या क्या कार्रवाइयाँ ली गई है. बढ़ती എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന സടക്ക് റോഡ് ദുർഘടന അപകടങ്ങൾ തടയുവാൻ വേണ്ടി പരിവഹൻ മന്ത്രാലയം ദ്വാരാ മുഖാന്തരം എന്തെല്ലാം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത്, പ്രൈവറ്റ് ബസ് കോ പെർമിറ്റ് മിൽനെ के लिए क्या क्या രേഖായും ചാഹിയെ, പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം രേഖകൾ വേണം. അങ്ങനെ 3 ക്വസ്റ്റ്യൻ നമ്മൾ 1, 2, 3 കൊടുക്കുക കേട്ടോ. അതിൻ്റെ താഴേക്ക് 5ാമത്തെ കോളത്തിൽ സൂചന ഡാക്ക് യാദ് ദസ്തി. നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയ വിവരം ഏത് രീതിയിൽ എനിക്ക് കിട്ടണം. അതായത് ഡാക്ക് ദ്വാര തന്നെ മതി. ദ്വാര എന്ന് വെച്ചാൽ മുഖാന്തരം, ഡാക്ക് മുഖാന്തരം. എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി ആവേദകെ വിനോദ് കുമാർ, ഹസ്താക്ഷർ വിനോദ് ഭവൻ കൊല്ലം. ലെഫ്റ്റിലേക്ക് മാറ്റി തിരുവനന്തപുരം, ഡേറ്റ് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് വിവരാവകാശ കത്ത് തയ്യാറാക്കുന്നത്. എക്സാമിന് ചോദിക്കും, ഏതാണോ ക്വസ്റ്റ്യൻ നോക്കി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദോഹ പഠിക്കാം. ദോഹയും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും ഏതെങ്കിലും ദോഹ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.